പുനർജനി കേസിൽ വിജിലൻസും കോടതിയും തനിക്ക് ക്ലീൻ ചീറ്റ് നൽകിയെന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശന്റെ അവകാശവാദം വസ്തുതാവിരുദ്ധം. ചട്ടം ലംഘിച്ച് വിദേശ സഹായം സ്വീകരിച്ചതുൾപ്പെടെ വലിയ ക്രമക്കേട് നടന്നതായി കണ്ടെത്തിയ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്തുകൊണ്ടായിരുന്നു കഴിഞ്ഞ വർഷം റിപ്പോർട്ട് സമർപ്പിച്ചത്. അതേസമയം പരാതിയിൽ കഴമ്പില്ലെന്നും തെളിവുകൾ വ്യാജമാണെന്നും കോടതിയും പറഞ്ഞിട്ടില്ലെന്നായിരുന്നു യാഥാർത്ഥ്യം. അതെല്ലാം വിജിലൻസിൽ കൊടുത്തിട്ടുണ്ടെന്ന് ഗവൺമെന്റിന്റെ കയ്യിലുണ്ട്, സർക്കാരിന്റെ കയ്യിലുണ്ട്. ഞാൻ പല പ്രാവശ്യം പറഞ്ഞതാണ്. പുനർജനി തട്ടിപ്പുമായി ബന്ധപ്പെട്ട് തനിക്കെതിരെ ഒരു തെളിവുമില്ലെന്ന് വിജിലൻസ് കണ്ടെത്തുകയും അങ്ങനെ തനിക്ക് ക്ലീൻ ചിറ്റ് നൽകിയെന്നുമായിരുന്നു മുഖ്യമന്ത്രി വി.ഡി. സതീശൻ അവകാശപ്പെട്ടത്. എന്നാൽ ദുരന്തബാധിതരെ സഹായിക്കാനെന്ന വ്യാജേന പണം പിരിച്ച് തട്ടിപ്പ് നടത്തുന്നതിൻ്റെ മറ്റൊരു രൂപമാണ് പറവൂരിലെ പുനർജനി തട്ടിപ്പെന്നായിരുന്നു വിജിലൻസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. ചട്ടം ലംഘിച്ച് വിദേശ സഹായം സ്വീകരിച്ചതുൾപ്പെടെ വലിയ ക്രമക്കേട് നടന്നുവെന്നും വിജിലൻസ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. 2018 മഹാപ്രളയത്തിൽ വീട് നഷ്ടമായവർക്ക് വീട് വെച്ച് നൽകാമെന്ന് പറഞ്ഞ് പുനർജനി എന്ന പേരിൽ പദ്ധതി പ്രഖ്യാപിച്ചായിരുന്നു വി.ഡി. സതീശന്റെ നേതൃത്വത്തിൽ പണപ്പിരിവ് നടത്തിയത്. പറവൂർ മണ്ഡലത്തിലെ പുത്തൻവേലിക്കരയിൽ വീട് വെച്ച് നൽകുന്ന പുനർജനി പദ്ധതിക്ക് വേണ്ടി ചട്ടം ലംഘിച്ച് വിദേശ സഹായം സ്വീകരിച്ചു എന്നായിരുന്നു വി.ഡി. സതീശനെതിരായ പരാതിയിലെ പ്രധാന ആരോപണം. 2018 ഒക്ടോബറിൽ ലണ്ടനിലെ ബർമിംഗ്ഹാമിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത സതീശൻ പണം ആവശ്യപ്പെട്ട് പ്രസംഗിക്കുന്നതിൻ്റെ വീഡിയോ ഉൾപ്പെടെ പുറത്തു വന്നിരുന്നു. ഇത് ഡിജിറ്റൽ തെളിവായി വിജിലൻസ് ശേഖരിച്ചിരുന്നു. ഓരോരുത്തരും 500 പൗണ്ട് വീതം നൽകാനായിരുന്നു വി.ഡി. സതീശൻ്റെ അഭ്യർത്ഥന. ഇതിന് വിദേശകാര്യ മന്ത്രാലയത്തിൻ്റെ അനുമതി ലഭിച്ചിരുന്നില്ലെന്ന് വിജിലൻസ് അന്വേഷണത്തിൽ വ്യക്തമായി. മണപ്പാട്ട് ഫൗണ്ടേഷൻ എന്ന പേരിൽ പുനർജനി പദ്ധതിക്കായി ഫൗണ്ടേഷൻ രൂപീകരിച്ചാണ് വിദേശത്തു നിന്നും പണം സ്വീകരിച്ചത്. UK-യിൽ നിന്നും 22,500 പൗണ്ട്, അതായത് 19,95,880 രൂപ വിവിധ വ്യക്തികളിൽ നിന്നും സമാഹരിച്ച് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ അക്കൗണ്ടിലേക്ക് അയച്ചതായാണ് വിജിലൻസിൻ്റെ കണ്ടെത്തൽ. UK ആസ്ഥാനമായുള്ള മിഡ്ലാൻഡ് ഇൻ്റർനാഷണൽ എയ്ഡ് ട്രസ്റ്റ് എന്ന NGO വഴിയാണ് മണപ്പാട്ട് ഫൗണ്ടേഷൻ്റെ FCRA അക്കൗണ്ടിലേക്ക് പണം അയച്ചതെന്നും കണ്ടെത്തിയിരുന്നു. പണം പിരിച്ചെങ്കിലും പദ്ധതി നടപ്പാക്കിയിട്ടില്ലെന്ന് വിജിലൻസിൻ്റെ പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ കണ്ടെത്തിയിരുന്നു. പുനർജനി പദ്ധതിയുടെ ഭാഗമായി ഫ്ളാറ്റ് നിർമ്മിക്കാൻ എളന്തിക്കരയിൽ കല്ലിട്ടെങ്കിലും പണി തുടങ്ങിയില്ല. 217 വീട് നിർമ്മിച്ചു നൽകിയെന്നായിരുന്നു സതീശൻ്റെ അവകാശവാദം. എന്നാൽ സന്നദ്ധ സംഘടനകൾ സ്പോൺസർ ചെയ്ത് നിർമ്മിച്ച വീടുകൾക്ക് മുന്നിൽ പുനർജനി പദ്ധതിയുടെ ബോർഡ് വെച്ചതിലും പരാതി ഉയർന്നിരുന്നു. അനുമതിയില്ലാതെ വിദേശ സഹായം സ്വീകരിച്ചതിനെക്കുറിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് മുൻ MLA P. രാജു, കാതിക്കുളം ആക്ഷൻ കൗൺസിൽ പ്രസിഡന്റ് ജെയ്സൺ പാനിക്കുളങ്ങര എന്നിവർ മുഖ്യമന്ത്രിക്കും വിജിലൻസ് ഡയറക്ടർക്കും നൽകിയ പരാതിയിലാണ് വിജിലൻസ് വിശദമായ അന്വേഷണം നടത്തിയത്. കോടിക്കണക്കിന് രൂപയുടെ അഴിമതി കണ്ടെത്തിയ വിജിലൻസ് CBI അന്വേഷണത്തിന് ശുപാർശ ചെയ്യുകയായിരുന്നു. അതേസമയം ജെയ്സൺ പാനിക്കുളങ്ങരയുടെ പൊതുതാൽപര്യ ഹർജി ഹൈക്കോടതി പരിഗണിക്കവേ പരാതിയിൽ അന്വേഷണം നടത്തുന്നതായി വിജിലൻസും അത് തുടരട്ടെ എന്ന് CBIയും അറിയിക്കുകയായിരുന്നു. ഇതേ തുടർന്ന് ഇപ്പോൾ കേസിൽ ഇടപെടുന്നത് അനവസരത്തിലുള്ളതാവും എന്ന് പറഞ്ഞ് ഹൈക്കോടതി ഹർജി തീർപ്പാക്കുകയായിരുന്നു. അന്വേഷണം വൈകുന്നുവെന്നോ ഇഴയുന്നുവെന്നോ പരാതിക്കാരന് ആക്ഷേപമുണ്ടെങ്കിൽ പരിഹാരം തേടാൻ ഒട്ടേറെ സംവിധാനങ്ങളുണ്ടെന്നും ചീഫ് ജസ്റ്റിസ് ഉൾപ്പെട്ട ഡിവിഷൻ ബെഞ്ച് വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പരാതിയിൽ കഴമ്പില്ലെന്നോ തെളിവുകൾ വ്യാജമാണെന്നോ ഒരിക്കലും കോടതി പറഞ്ഞിട്ടില്ലെന്നതും വസ്തുതയാണ്. KM ഉമേഷ്, കൈരളി ന്യൂസ്, കൊച്ചി.